ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെള്ളാട്ട് പോക്കർ. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് പുതിയ അപരാധങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടോ. നമുക്ക് അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഒക്കെ കയറി വരുന്നുണ്ട്. താങ്ക്സ് ഓൾ. പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചിട്ട് കാണാൻ മച്ചാമാര് എന്താണടാ. അപ്പൊ എന്തായാലും കുറച്ച് പുതിയ അപരാധങ്ങളിലേക്ക് നമുക്ക് പോകാം. जय गुरु ओम गुरु जय जयनाथ जय गुरु ओम गुरु जय जयनाथ कुल गुरु ओंकारा എന്റെ ചങ്കാള മൊട്ടമണി. എടാ ഇവൻ ഏതാടാ ഈ പുതിയ ആൾദൈവമാണോ ഇത്? ഇതെന്താണ് സ്കീം ശരിക്കും പറഞ്ഞാല്? ഞാന് മറ്റേ നാഗച്ചേച്ചിയുടെ കൂടെ ഇവൻ ഇരുന്നിട്ട് എന്തോ പിറുപിറുക്കുന്ന കേട്ടായിരുന്നു, എന്തോ ഒരു സാധനം. അപ്പോ അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അന്നത് കണ്ടതുകൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. പിന്നെ ഈ അവരാതെ മാത്രം ഇങ്ങനെ വന്നു പോന്നെ. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ എല്ലാം ഇയാള് വരുന്നു, ഇയാളുടെ കാലിനടിയിൽ കൊണ്ടുവന്ന് പൂവിടുന്നു, ഇയാള് അനുഗ്രഹിക്കുന്നു. എടാ ഇവൻ ആരാ ശരിക്കും? ഇവൻ ദൈവമാണോ? ആൾ ദൈവമാണോ? എന്താ സംഭവം? എന്താ ഇവൻ? എന്താ സ്കീം? എന്താണ് അച്ഛന്റെ? എടാ എന്താ വരാതവാടാ? ഇത് എന്ത് വരാതവാടാ ഇത്? നൃത്തം ചെയ്തു കൊടുക്കുന്നു. ഇവനാണോ ബാബുസ്വാമി ചേച്ചി പറഞ്ഞ? കേരളത്തിലേ ഉള്ള എന്തായാലും ഇങ്ങനെയുള്ള തന്തേരാത്തന്മാരൊക്കെ പൊട്ടി മുളയ്ക്കുന്നത്. പിന്നെ കേരളം നല്ലൊരു മണ്ണാണല്ലോ. ഈ സൈസ് പരിപാടിക്ക് കേരളം നല്ല അടിപൊളി ഒരു മണ്ണാണ് കേട്ടാ. വിതച്ച് വിതച്ച് പൊങ്ങി പൊങ്ങി വന്നോളും. എടാ ഈ കുണ്ണയെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമന്റ് ചെയ്യടാ. ഇവൻ എന്ത് കുണ്ണയാണെന്ന്, എന്ത് തരം സ്വാമിയാണെന്ന് അറിയത്തില്ല കേട്ടാ. ദൈവകോപമൊന്നും ഉണ്ടാവല്ല ആർക്കും, അല്ലെങ്കിൽ ദൈവത്തിന് കോപമൊന്നും ഉണ്ടാവരുത്. എനിക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞാല്. അല്ല, ദൈവകോപം എങ്ങനെ ഉണ്ടാവും ഈ തന്തേരാത്തിനെ പറഞ്ഞാല്? ചോദിപ്പേ അളിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മതത്തെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടാ. എനിക്ക് അറിയില്ലടാ, ശരിക്കും എനിക്ക് അറിയില്ല. എന്റെ ഫീൽഡിൽ മൊത്തം ഇയാളെ ഉള്ളടാ, കറുപ്പും കറുപ്പും ഇട്ടുണ്ട്. മീശയും അവന്റെ നോട്ടവും. എനിക്ക് ഇവനെ കാണുമ്പോൾ മറ്റേ പെണ്ണുപിടിയ മീശക്കാരൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പണ്ട്? 24 മണിക്കൂർ ജയിലിൽ നിന്ന് ഇറങ്ങാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? എനിക്ക് അവനെ ഓർമ്മ വരുന്നത്. ഇവൻ അങ്ങനത്തെ ഏത് വരുത്തനാന്ന് തോന്നുന്നുണ്ടല്ലേ, ടിക്ടോക്ക് താരം. എന്തായാലും അണ്ടി കുണ്ണയുടെ കുണ്ണയ്ക്ക് ഡാൻസ് കളിച്ചു കൊടുക്കാൻ വേറെ വാണങ്ങള്. എന്തായാലും അടുത്ത അപരാധത്തിലോട്ട് പോവാം. അപരാധം വാ മൊത്തം. എങ്ങനെ തിരിച്ചു കിട്ടും? അയാളെന്താണ് ഇങ്ങനെ സംസാരിക്കണേ? ഇവന്റെ സൗണ്ട് കേട്ട് കേട്ട് എന്റെ സൗണ്ട് അങ്ങനെയാണ്. ഇവന്റെ തായോളി ലാലേട്ടന്റെ പടം കാണാനെന്ന് പറഞ്ഞ് തിയേറ്ററിൽ കയറി ആർക്കോ വായിലെടുത്ത് കൊടുത്തോണ്ടിരുന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ. വാണം തൊണ്ടായി പിടിച്ചു തോന്നുന്നുണ്ട് പുണ്ടച്ചു മോന്റെ. തായോളി അയാൾക്ക് ഒരു കണ്ടന്റ് ഇല്ല. അയാളുടെ മുറിയിൽ ഒരു യൂട്യൂബും തുറന്നു വെച്ചിട്ട് പല തെണ്ടിത്തരം പറയും. അതിനൊക്കെ നമുക്ക് ഇരുന്ന് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും. നമുക്ക് പറ്റത്തില്ല. നമുക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ സമയമില്ല. നമുക്ക് മണി അടിക്കണ്ടേ? മണി അടിക്കണം നമുക്ക്. നമുക്ക് അതിന്റെ സമയമൊന്നുമില്ല. ഒരു കാര്യം വേണ്ടി ജാസിനെയും മറ്റേ മരുന്നോട് കളിയാക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുക. അല്ലെ ഇതിലും എന്തോ ഭേദമാടാ അത്. ഇത് നോക്കിയടാ നീ. എടാ കണ്ടാ പറയൂടാ, ഇവൻ കല്യാണം കഴിച്ചല്ലേ ഈ കൊച്ചു പ്രേമനെ? എന്തൊക്കെയാടാ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ? കൊച്ചു കൊച്ചു തന്തേലാഴിയൊന്നും അല്ല നടക്കണേ. വലിയ വലിയ കാര്യങ്ങൾ നടന്നു പോണേ. എനിക്കെന്തായാലും ഇവരെ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ജാസി മോനെ എനിക്കൊരു ബിഗ് ഡബ്ല്യു തരും. നമുക്കൊരു എം തരും. ഞാൻ ബിഗ് ഡബ്ല്യു എനിക്ക് എം തരും. നമ്മുടെ പുതിയ സാധനം എം ആട്ടാ. അടിക്കണ സാധനമല്ല, എം. നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ് എം ആണ് നമ്മളുടെ സാധനം. വീഡിയോ കൊള്ളാമെങ്കിൽ എല്ലാവരും താഴെ വന്നിട്ട് ഇങ്ങനെ എം ഇടണം കേട്ടാ. കൊള്ളത്തില്ലെങ്കിൽ കെ ഇട്ടോ. കൊള്ളത്തില്ല കെ ഫോർ കൊള്ളത്തില്ല. അപ്പോ അതിട്ടോ കേട്ടാ. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. ടൈഗർ ഷോഫിന്റെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലുക്കാണ് നമ്മളുടെ നിൽക്കുന്നത്. വിറ്റ് കണ്ടില്ലടാ.
കുണ്ണ ഇവിടെ കളി. അപ്പൊ നമുക്ക് അടുത്തൊരു അവരോധത്തിലേക്ക് പോകാം. കമാൺ കമാൺ വരട്ടെ. എടാ ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് എന്നെ എടുത്ത് പൊങ്കാല ഇടരുത് കേട്ടോ. എനിക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സോ എന്തായാലും ഞാൻ റിയാക്ട് ചെയ്യും. എന്നെ പൊങ്കാല ഇടരുത് കേട്ടോ ആരും. പക്ഷെ മോനെ സാധനം സാധനം മോനെ എമ്മ സാധനം. ലക്ഷ്മിക്ക് എന്താ പറയാനുള്ള കേക്കട്ടെ. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? ഞാൻ എന്റെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റൂല അവര് മറ്റേ എന്റെ വീട്ടിൽ വന്നോട്ടെ. Hey, I've seen this one. This is a classic. ലാലേട്ടന്റെ കൂടെ ഉള്ള ഒരു പിക്ചറാണ്. എനിക്ക് തോന്നുന്നു പുലിമുരുകിന്റെ സെറ്റിൽ വെച്ച് എടുത്ത ഒരു പിക്ചറാണ്. ലാലേട്ടൻ ഇവിടെ കസേരയിലായിരുന്നു. ഞാൻ ആ കസേരയിലായിരുന്നു. മോനെ ആ കസേര ഇരിക്കരുതെന്ന് പറഞ്ഞു. അവൻ നിന്നെ കേട്ടോ ഇങ്ങോട്ട് വാ എന്റെ മടിയിൽ അപ്പൊ ഞാൻ പോയിരുന്നു എന്നെ കട്ടി പിടിച്ചു. ഇപ്പൊ കുഷൻ നന്നായിട്ടുണ്ടോ? അടിച്ചു അടുത്ത പടത്തിൽ ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞ് പൊക്കി വെച്ചടിച്ച്. നല്ല പൊങ്കാല ഇടലടാ വന്നതാടാ. വേറെ നിവർത്തിയിലടാ ചെയ്തേ പറ്റും. നീ ഇത് കണ്ടു നോക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോ എങ്ങനെ ഇത് പറയാണ്ടിരിക്കണേ. നിനക്ക് ചിരി വന്നില്ലെങ്കിൽ എന്നെ പറഞ്ഞോട്ടാ. ഇത് പറഞ്ഞിട്ട് ചിരി വരാത്തമാരുണ്ടെങ്കിൽ എന്നെ വന്ന് ചീത്ത വിളിച്ചോ. വേണ്ടിയില്ല മൈരെ. അവനെ മടിയിൽ കേട്ടിരിക്കും. ഇത് പുഷ്പാക്ക് സീറ്റാണെന്ന് അടിച്ചു കഴിയുമെന്നൊക്കെ. അമ്മോ ദാടാളിയാ. അപ്പൊ നമുക്ക് അടുത്ത ഒരു റിയാക്ഷനിലേക്ക് പോവാം. ഇതൊരു റിയാക്ഷൻ കേട്ടോ. ഇതൊരു റിവ്യൂ ആണ്. പടത്തിന്റെ റിവ്യൂ. നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു പടത്തിന്റെ റിവ്യൂ പറയുന്നത്. ഇത് ഞാൻ മെനിയാന്ന് കണ്ടൊരു പോസ്റ്ററാണ്. ഓക്കെ, മെനിയാന്ന് കണ്ടതല്ല, എന്റെ ക്രിസ്മസ് തൊലച്ചൊരു പടമാണിത്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് പടച്ചോനെ ഓർത്ത് അല്ലെ ആ പരിസരത്ത് നീ പോകരുത്. പിന്നെ സൈനികത്തിന്റെ വേറൊരു ഇന്റർവ്യൂവിനകത്ത് കണ്ടായിരുന്നു ഞാന് നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ മൈരങ്ങ് പറയാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ. അതുകൊണ്ടാണ് ക്രിസ്മസിന്റെ അന്ന് പോയടാ ഞാൻ. എന്റെ ക്രിസ്മസേ പോയി. അതും ഈ കിണ്ടിയായിട്ട് ക്രിസ്മസിന്റെ അന്നിട്ട് തിയേറ്ററിൽ പോയി ഇരിക്കുക. മനസ്സിലായ? അടിച്ച കെട്ടുവരെയും പോയി. ആ കാശും പോയി. ടിക്കറ്റ് എടുത്ത കാശ് പോയി. യൂബർ വിളിച്ചു പോയ കാശ് പോയി. അടിച്ച കാശും പോയി. എല്ലാം നഷ്ടം. ടോട്ടല് നഷ്ടം. പക്ഷെ അതിന് പറ്റിയ ഒരു പോസ്റ്റർ ഇന്ന് ഞാൻ കണ്ടാ. സ്ലീപ്പർ ഹിറ്റ്. അത് അനുയോജ്യമായി ഈ പടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സാധനമാണ് അവർ കൊടുത്തിരിക്കണേ. സ്ലീപ്പർ ഹിറ്റ്. എടാ ഞാൻ മാത്രമല്ല കേട്ടോ ആ തിയേറ്ററിൽ ആള് കുറവായിരുന്നു. മൊത്തത്തിൽ ഏതാ ഏറ്റവും കൂടുതൽ, അതായത് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള തിയേറ്ററിലാണ് ഞാൻ പോയത് കേട്ടാ. എറണാകുളത്തല്ല, കേരളത്തിലെ ഏറ്റവും അധികം സീറ്റുള്ള ഒരു തിയേറ്ററിലാണ് ഞാൻ പോയത്. എത്ര 1000 2000 1000 സംതിങ്. ഓക്കെ, എനിവേ വേറെ 50 പേരുണ്ടായിരുന്നു അവിടെ. 49 പേര് കളിയാ അതിനകത്ത് അപരാധം പറച്ചിലായിരുന്നു. 49 പേരിനകത്ത് ഒരു 30 പേര് ഇന്റർവെല്ലിന് പോയി ഇറങ്ങി. പിന്നെ ഒരു 10 പേരെങ്ങാണ്ടേ ഉള്ളായിരുന്നു അവസാനം ഇറങ്ങി പോകാൻ വേണ്ടി. അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഇത് മോനെ അനുയോജ്യമായ ഒരു പേരായിരുന്നു കേട്ടോ. സ്ലീപ്പർ ഹിറ്റ് കറക്റ്റ് സാധനമാണ്. അപ്പൊ ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണണ്ട കേട്ടാ. OTT-ലാണ് വരുമ്പോ ഇരുന്ന് കാണുക. അതാകുമ്പോ ഉറക്കം വന്നാലും ഫോൺ മാറ്റി വെച്ചിട്ട് ഉറങ്ങാല്ല. തിയേറ്ററിൽ പോയി എന്റെ പൊന്നു മോനെ ഇത് കാണരുത്. ഇത് വേസ്റ്റ് പടമാണ്. ഞാനൊരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടൊന്നും ആപ്റ്റായിട്ട് ഒരാളൊന്നും അല്ല. ഞാനങ്ങനെ എപ്പോഴും ഒന്ന് തിയേറ്ററിൽ പോയിരുന്ന പടം കാണുമോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ പറയുക, ഞാൻ അവസാനമായിട്ട് തിയേറ്ററിൽ ഇരുന്ന് കണ്ടുറങ്ങിയ ഒരു പടം എന്ന് പറയാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുഞ്ഞനന്ദന്റെ കട എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടല്ലോ. അന്നാണ് ഞാൻ അവസാനമായി തിയേറ്ററിൽ നിന്ന് ഒരു പടം കണ്ടുറങ്ങുന്നത്. മോനെ അതിനുശേഷം ക്രിസ്മസിന് ഉറങ്ങിയടാ. നല്ലൊരു ഉറക്കം ഉറങ്ങി. എന്തായാലും ഒരു അപരാധ പടം. ഓ എന്തായാലും പോട്ടെ. പിന്നെ എന്തായാലും സിനിമയുടെ റിവ്യൂ പറഞ്ഞുകൊണ്ട് ഒരു പടം കൂടെ പറയാം. നിവിൻ പോളിയുടെ പടം. ഓക്കെ, അതും ഞാൻ കണ്ടു. മോനെ കിഡിലൻ പടം. ഒരു രക്ഷയില്ല. അടിപൊളി പടം. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോ. അത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെടാത്താലും ഉണ്ടെങ്കിൽ വന്നിട്ട് ധൈര്യമായിട്ട് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അടിപൊളി സാധനം. കിഡിലൻ പടം. ഒരു രക്ഷയില്ലാത്ത പടം. അപ്പോ ഇന്നിപ്പോ അതൊക്കെ ഉള്ളൂടാ ഗൈസ്. അപ്പൊ അതൊക്കെ ഉള്ളൂ നമുക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ എടാ വീഡിയോ കാണുന്നവരൊക്കെ ഫോളോ ചെയ്ത് വെച്ചിട്ട് കാണടാ. അപ്പോഴല്ലേടാ നമുക്കും വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു പ്രോത്സാഹനം ഒക്കെ ഉണ്ടാവുള്ളൂ. സോ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കാണും. പിന്നെ ഇൻസ്റ്റയിലാണ് നിങ്ങൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ ഈ വീഡിയോ ഇതിന്റെ ഈ ഷോർട്സിന്റെ എല്ലാം ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്.
കാണടാ പോയി ഇരുന്നത് കാണ നീയൊക്കെ വെറുതെ ഇരിക്കുവല്ലേ ഒന്ന് കണ്ടു കളാ എന്തോ നഷ്ടം വന്ന് കണ്ടെന്ന് പറഞ്ഞിട്ട് കാണടാ പോയി കണ്ണ് അപ്പൊ അത്രയേ ഉള്ളു അപ്പോ ഗുഡ് നൈറ്റ് ഗൈസ് പോയി ഉറങ്ങട്ടെ